സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. പാർലമെന്റിൽ രാഹുൽ മോദി പോര്. വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളല്ലെന്ന് രാഹുൽ. രാമജന്മഭൂമി തന്നെ ബിജെപിക്ക് മറുപടി നൽകി. त्रिशूल को जमीन में गाड़ देते हैं और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य. തിരിച്ചടിച്ച് മോദിയും അമിത്ഷായും. രാഹുൽ ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. बीजेपी के श्री राहुल गांधी नेता प्रतिपक्ष पहला भाषण होने के बावजूद माफी मांगनी चाहिए. न केवल सदन, पूरे देश की माफी मांगनी. സഭയിൽ ആളിക്കത്തി മണിപ്പൂരും അഗ്നിവീറും. നീറ്റ് ക്രമക്കേടിലും ബിജെപിയെ കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി. പ്രൊഫഷണൽ പരീക്ഷയെ കൊമേഴ്ഷ്യലാക്കി. നീറ്റ് സമ്പന്നർക്ക് മാത്രമായി ചുരുക്കി. 7 വർഷത്തിനിടെ പരീക്ഷാ പേപ്പർ ചോർന്നത് 70 തവണ. इसको मैसेज देना चाहते हैं कि जो नीट का इशू है वो पार्लियामेंट के लिए जरूरी है. ठीक है, इसलिए मैसेज देने के लिए हम चाहते थे कि एक दिन पार्लियामेंट चर्चा करे. मैं देखता हूँ. ठीक है. രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത നടപ്പിലായി. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിൽ. ഹെൽമറ്റില്ല യാത്രയ്ക്ക് കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറത്ത്. മാരിറ്റൽ റേപ്പ് കുറ്റകൃത്യമാക്കിയില്ല. പഴയ നിയമത്തിന്റെ കോപ്പിയടിയെന്ന് കോൺഗ്രസിന്റെ വിമർശനം. വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കാൻ കരാറുണ്ടാക്കി വഞ്ചിച്ചു. ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്തതോടെ സംസ്ഥാന പോലീസ് മേധാവി കുരുക്കിൽ. 30 ലക്ഷം അഡ്വാൻസ് വാങ്ങിയിട്ട് ഡിജിപി തിരികെ കൊടുത്തില്ല. ബാധ്യത മറച്ചുവെച്ച് കരാറുണ്ടാക്കിയെന്ന് പരാതി നൽകിയ ഉമർ ഷരീഫ്. ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് ഇതുപോലെ ഒരാളിനോട് ഏറ്റുമുട്ടാൻ മാത്രം ഉള്ള ഒരു ശേഷിയൊന്നുള്ള ആളല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ഭയമുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ലെവലിൽ നമ്മളെ ഏതെങ്കിലും ലെവലിൽ ബുദ്ധിമുട്ടിക്കുമോ മീൻസ് മനസ്സിലാവുമല്ലോ. ആ ഒരു ഭയം ഇല്ലാതില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ പണം തിരികെ തരികയും ഈ കേസിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കൃത്യമായ കരാറൊന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഷെയ്ഖ് ദർവേഷ് സാഹിബ്. മുതലാളിത്ത ചങ്ങാത്ത വിമർശനം ക്ലിഫ് ഹൌസ് വരെ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനത്തിൽ ഉലഞ്ഞ CPM. മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ പോലും വ്യവസായിക്ക് സ്വാധീനമെന്ന ആരോപണത്തിന് നേതാവിനെതിരെ പാർട്ടിയുടെ മുന്നറിയിപ്പ്. എൻ ഷംസീറിനും മേയർക്കുമെതിരെയും വിമർശനം. വെള്ളാപ്പള്ളിയെ BJP പ്രചരണായുധമാക്കിയെന്നും വിലയിരുത്തൽ. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി. വലിയ മാറ്റത്തിന്റെ തുടക്കമെന്ന് മുഖ്യമന്ത്രി. പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. പോലീസുകാരുടെ ജോലിഭാരവും ആത്മഹത്യയും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 6 ദിവസത്തിനിടെ 5 പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്ന് PC വിശ്വനാഥ്. പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് മുഖ്യമന്ത്രി. ഒന്നാണ് യോഗ. ഇപ്പോ സംസാരിച്ചു കഴിഞ്ഞ് ബഹുമാനായ വിശ്വനാഥ് ഇരുന്നല്ലോ, അവിടെ ഇരുന്നു കൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച്. അത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. അടൂരിൽ കണ്ടക്ടറെ ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരൻ ചീത്ത വിളിച്ചതിന് നടപടി ഉറപ്പാക്കിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അറസ്റ്റ് ചെയ്യാത്തതിന് പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് കർശന വകുപ്പ് ചുമത്തണമെന്നാവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യാതെ പോലീസ്.
കോട്ടയത്തെ പാസ്റ്റർക്കെതിരെ പരാതിയുമായി മകൾ. 11 വയസ്സ് മുതൽ ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ടുവെന്ന് യുവതി ന്യൂസ് 18നോട്. പ്രായം മറച്ചുവെച്ച് 17-ാം വയസ്സിൽ വിവാഹം നടത്തിയെന്നും പരാതി. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. മരണം 5ആയി. കനത്ത മഴ തുടരുന്നു. പരിഭ്രാന്തി പരത്തി നിരത്തിൽ മുതലയിറങ്ങി. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിന്റെ പേരിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഹിന്ദുക്കളെന്നാൽ മോദിയും BJPയും RSSും ചേരുന്നതല്ല. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ അക്രമത്തെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നുവെന്ന് രാഹുൽ ആരോപിച്ചു. രാഹുലിന്റെ പരാമർശത്തെ പ്രധാനമന്ത്രി വിമർശിച്ചു. അയോധ്യ മുതൽ നീറ്റ് വരെയുള്ള വിഷയങ്ങൾ ആയുധമാക്കിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പലതവണ സഭാതലം കലുഷിതമാക്കി. by showing an image of our refuge. Okay? പ്രതിപക്ഷം ആരെയും ഭയക്കുന്നില്ലെന്നും സത്യമാണ് ആയുധമെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി സഭയിൽ പരമശിവന്റെ ചിത്രമുയർത്തി. ഹിന്ദുക്കൾക്ക് ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാനാവില്ല. സത്യത്തിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതമെന്നും ഭരണപക്ഷത്തെ നോക്കി രാഹുൽ ഗാന്ധി. RSS पूरा हिंदू समाज नहीं है. भूपेंद्र यादव जी, ये ठेका नहीं है बीजेपी का. भूपेंद्र यादव जी बोलना चाहते हैं आप? ये सब हिंदू हैं यहाँ पे. ये सब हिंदू हैं. ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റമായി. രാഹുലിന്റെ ഹിന്ദു പരാമർശം ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. बीजेपी को आपको ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് പരാമർശമെന്നും സഭാ നടപടികളെക്കുറിച്ച് അറിയില്ലെങ്കിൽ ട്യൂഷന് പോകണമെന്നും അമിത്ഷാ. श्री राहुल गांधी नेता प्रतिपक्ष पहला भाषण होने के बावजूद माफी मांगनी चाहिए. न केवल सदन, पूरे देश की माफी मांगनी. സഭയുടെ അന്തസ് പുലർത്തണമെന്ന് സ്പീക്കറും ഓർമ്മിപ്പിച്ചു. അയോധ്യ മുതൽ ED വരെ പരാമർശിച്ചായിരുന്നു ഭരണപക്ഷത്തെ ലക്ഷ്യമാക്കിയുള്ള രാഹുലിന്റെ വിമർശനങ്ങൾ. അയോധ്യയിലെ ജനങ്ങൾക്ക് മോദിയെ പേടിയാണെന്ന് രാഹുൽ പറഞ്ഞു. മണിപ്പൂരിൽ കലാപമില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അഗ്നിവീർ സർക്കാരിന് മികച്ചതാണെങ്കിലും യുവത്വത്തിന് അങ്ങനെയല്ല. കർഷക സമരം, നീറ്റ് വിഷയമെല്ലാം രാഹുൽ ഉന്നയിച്ചു. നിരന്തര വിമർശനങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നതോടെ സഭാതലം കലുഷിതമായി. ന്യൂസ് 18 ഡൽഹി. നീറ്റ് പരീക്ഷയിൽ നേരത്തെ ഗ്രേസ് മാർക്ക് അനുവദിച്ച കുട്ടികൾക്ക് നടത്തിയ പുനഃപരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത്. നേരത്തെ 1563 കുട്ടികൾക്കായിരുന്നു ഗ്രേസ് മാർക്ക് ലഭിച്ചിരുന്നത്. 813 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 750 പേർ പരീക്ഷ എഴുതിയിരുന്നില്ല. പുനഃപരീക്ഷ എഴുതിയതിൽ മുഴുവൻ മാർക്ക് നേടിയ ആരുമില്ല. നേരത്തെ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 67 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 61 കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുഴുവൻ മാർക്ക് ലഭിച്ച 5 കുട്ടികൾക്ക് ഇത്തവണ 680 മാർക്ക് മാത്രമേ സ്കോർ ചെയ്യാനായുള്ളൂ. വിവാദങ്ങളെ തുടർന്ന് ജൂൺ 23-നായിരുന്നു NTA പുനഃപരീക്ഷ നടത്തിയത്. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം. പുതിയ നിയമവ്യവസ്ഥ പ്രാബല്യത്തിലായതോടെ കോടതികൾക്കും പോലീസിനുമെല്ലാം ഇനി ബാധകം പുതിയ ക്രിമിനൽ നിയമങ്ങളായിരിക്കും. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം.
വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111. രണ്ടിനും IPCയിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 60(1) ആകും. നിയമവിരുദ്ധ സംഘം ചേരലിന് 14 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനമരണം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375ൽ നിന്ന് 63, മോഷണക്കുറ്റം 378ൽ നിന്ന് 303, വിശ്വാസവഞ്ചന 405ൽ നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശിക്ഷയ്ക്കല്ല നീതിക്കാണ് പുതിയ ക്രിമിനൽ നിയമത്തിൽ പ്രാധാന്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ കേസ് നടപടിക്രമങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും. ടെക്നോളജിക്ക് അനുസൃതമായ മാറ്റങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ലൈംഗിക പീഡന പരാതികളിലെ ഇരകളുടെ ഈ സ്റ്റേറ്റ്മെന്റിന് സാധുതയുണ്ട്. രാജ്യദ്രോഹ കുറ്റം ഇനിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ये तीनों कानूनों के पूर्ण स्पिरिट के साथ देश भर में लागू होने के बाद ये कानून सबसे आधुनिक न्याय प्रणाली का सर्जन करेंगे. टेक्नोलॉजी को हमने न केवल अपनाया है, आने वाले 50 सालों तक टेक्नोलॉजी में जो भी अनुसंधान होने की संभावनाएं हैं, ये सबको कानून के अंदर हमने व्याख्या के तौर पर समाहित किया है, जैसे आने वाले समय में भी जो अनुसंधान होंगे वो व्याख्यायित किए गए. ये विश्व की सबसे आधुनिक न्याय प्रणाली बनेगी, इसका मुझे विश्वास है. कंप्यूटराइजेशन की प्रक्रिया ऑलरेडी पूरी हो गई है कि इस कानून के संपूर्ण इम्प्लीमेंटेशन के बाद और कुछ तकनीकी तैयारियां करनी है. ये तकनीकी तैयारियां होकर थाना और कोर्ट नोटिफाइड होने के बाद किसी भी न्याय मांगने वाले व्यक्ति को FIR की डेट से 3 साल के अंदर सुप्रीम कोर्ट तक न्याय मिल जाएगा, इसका मुझे भरोसा है. और कानूनों में इस प्रकार का हमने प्रावधान किया है. ഇന്ന് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസും രജിസ്റ്റർ ചെയ്തു. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. തെരുവ് കച്ചവടക്കാരനെതിരെയാണ് കേസ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്ത് കോടതി. വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കാൻ കരാറുണ്ടാക്കിയ ശേഷം ലംഘിച്ചതിനാണ് പേരൂർക്കട മണികണ്ഠേശ്വരത്തുള്ള 10.5 സെന്റ് വസ്തു തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി ജപ്തി ചെയ്തത്. അതേസമയം കരാർ ലംഘിച്ചിട്ടില്ലെന്നും ഭാര്യയുടെ പേരിലുള്ള ഭൂമി ഇടപാടിൽ നിന്ന് ഒരു പിൻവാങ്ങലും നടന്നിട്ടില്ലെന്നും DGP ഷേഖ് ദർവേഷ് സാഹിബ് പ്രതികരിച്ചു. 2023 ജൂൺ 22 തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായ ഉമർ ഷെരീഫ് DGPയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള സ്ഥലം വാങ്ങാൻ കരാറായത്. 10.8 സെന്റ് വസ്തു 74 ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ. 2 മാസത്തിനകം സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകണമെന്നായിരുന്നു ധാരണ. അഡ്വാൻസായി 30 ലക്ഷം രൂപ DGPക്ക് നൽകി. 25 ലക്ഷം രൂപ ബാങ്ക് മുഖേനയും 5 ലക്ഷം രൂപ പണമായി DGPയുടെ ഓഫീസിലും എത്തിച്ചു. എന്നാൽ കൂടുതൽ തുക DGP ആവശ്യപ്പെട്ടതോടെ പരാതിക്കാരൻ ഭൂമിയുടെ ആധാരം കാണണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് ഉമർ ഷെരീഫ് നടത്തിയ അന്വേഷണത്തിലാണ് SBI ബാങ്കിൽ 26 ലക്ഷം രൂപയുടെ ബാധ്യത ഈ സ്ഥലത്തിനുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതോടെ തനിക്ക് സ്ഥലം വേണ്ടെന്നും അഡ്വാൻസ് നൽകിയ തുക തിരിച്ചു വേണമെന്നും DGPയോട് ആവശ്യപ്പെട്ടു. കൊടുത്ത് 4 ദിവസത്തിന് ശേഷം വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വീണ്ടും അതേ അക്കൗണ്ടിൽ തന്നെ 10 ലക്ഷം രൂപയും കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ പണമായിട്ട് ആവശ്യപ്പെട്ടു. ഈ 5 ലക്ഷം രൂപ ക്യാഷ് വിഡ്രാ ചെയ്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ DGPയുടെ ചേംബറിൽ തന്നെയാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ 15 ലക്ഷം രൂപ റിസീവ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റിൽ. അപ്പോൾ രണ്ടാമത് കൊടുത്ത 10ഉം മൂന്നാമത് കൊടുത്ത 5ഉം ചേർത്ത് 15 ലക്ഷം രൂപ റിസീവ്ഡ് 15 lakhs, ടോട്ടൽ 30 lakhs എന്ന് DGP തന്നെ
ഒറിജിനൽ എഗ്രിമെന്റിന്റെ പുറകുവശത്ത് പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതേസമയം അഡ്വാൻസ് പണം തന്ന ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടി 3 മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു. ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചുവെന്നും ഡിജിപി വിശദീകരിച്ചു. എന്നാൽ ഇത് പരാതിക്കാരൻ നിഷേധിച്ചു. ഭൂമിക്ക് ബാധ്യത ഇല്ലെന്നാണ് കരാറിൽ പറഞ്ഞിരുന്നത്. സ്ഥലത്ത് മതിൽ കെട്ടിയത് ഡിജിപിയെ അറിയിച്ച ശേഷമായിരുന്നുവെന്നും ഉമർ ഷെരീഫ് പറഞ്ഞു. മെയ് 28-നാണ് ഉമർ ഷെരീഫിന്റെ പരാതിയിൽ കോടതി ജപ്തി നടപടി സ്വീകരിച്ചത്. അഡ്വാൻസ് തുക പലിശ സഹിതം തിരിച്ചു നൽകിയാൽ ജപ്തി ഒഴിവാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് കോടതി നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ മനുഷ്യർക്കും പ്രവേശനമില്ല. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പോൾ അതിനും സാധിക്കില്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്നും വിമർശനമുയർന്നു. മാധ്യമങ്ങളെ എതിരാക്കിയതിലും വിമർശനം ഉയർന്നു. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തെല്ലാം വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു? പ്രധാനമായും മാധ്യമങ്ങൾ സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ പ്രചാരണം നടത്തുന്നു, വലതുപക്ഷത്തിനു വേണ്ടി പ്രചാരണം നടത്തുന്നു. CPM സംസ്ഥാന സെക്രട്ടറി തൊട്ട് ഇങ്ങോട്ട് എല്ലാ CPM നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ആരോപിക്കുന്ന കാര്യം അത് ആ ഒരു നിലപാട് ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? രൂക്ഷമായ വിമർശനമാണ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമിതി യോഗത്തിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെ ഉയർന്നത്. മുഖ്യമന്ത്രി ഇരുമ്പുമറ സൃഷ്ടിച്ച് ഓഫീസിനുള്ളിൽ ഇരിക്കുന്നു എന്നാണ് പ്രധാനമായും വിമർശനം ഉയർന്നത്. നേരത്തെയൊക്കെ CPMന്റെ മുഖ്യമന്ത്രിമാരെ വൈകിട്ട് 3 മണിക്ക് ശേഷം ഓഫീസിൽ പോയാൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ പാർട്ടി നേതാക്കൾക്ക് പ്രവേശനമില്ല, സാധാരണ പ്രവർത്തകർക്കും പ്രവേശനമില്ല, സാധാരണക്കാർക്കും പ്രവേശനമില്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്ന എന്തിനെന്ന ചോദ്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മാധ്യമങ്ങളെ നിരന്തരം പാർട്ടി നേതാക്കൾ എതിരാക്കുന്നു എന്നും വിമർശനമുണ്ടായി. പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ ശത്രുപക്ഷത്താക്കി എന്നാണ് വിമർശനം. മാധ്യമങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വിലക്കേർപ്പെടുത്തുന്നത്? എല്ലാ മാധ്യമപ്രവർത്തകരും പാർട്ടി വിരുദ്ധരല്ല, പക്ഷേ നേതൃത്വം ഏകപക്ഷീയമായി മാധ്യമങ്ങളെ എതിരാക്കി മാറ്റുന്നു. നേതാക്കൾക്കെതിരെ വിമർശനം വന്നാൽ അതെങ്ങനെ പാർട്ടിക്കെതിരായ വിമർശനവും എങ്ങനെ പാർട്ടിക്കെതിരായ മാധ്യമങ്ങളുടെ ഗൂഢാലോചനയായി മാറുമെന്ന ചോദ്യവും ജില്ലാ സമിതി യോഗങ്ങളിൽ ഉയർന്നു. മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കണം, അല്ലാതെ ശത്രുപക്ഷത്താക്കുകയല്ല വേണ്ടതെന്ന വിമർശനമാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ ഉയർത്തിയത്. വിവിയർ വിവരങ്ങൾ. മുതലാളിത്ത ചങ്ങാത്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറിനും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. BJP ബന്ധമുള്ള വ്യവസായി ക്ലിഫ് ഹൌസിൽ കയറിയിറങ്ങുന്നുവെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ച നേതാവിനെതിരെ നടപടി മുന്നറിയിപ്പ് നൽകിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതീവ ഗൌരവമുള്ള ആരോപണം ഉയർത്തിയത്. തലസ്ഥാനത്തെ ഒരു വ്യവസായിയുമായി സ്പീക്കർ എൻ ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്ന വിമർശനവും ഉണ്ടായി. മേയറും കുടുംബവും നടുറോട്ടിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്നും ബസിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ കയറിയിറങ്ങാൻ സ്വാധീനമുള്ള ഒരു വ്യവസായി, മറ്റൊരാൾക്ക് മുറ്റത്ത് വരെ പോകാൻ സ്വാതന്ത്ര്യം. ഇതിലൊരാൾ BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും അവരുടെ മക്കളും തലസ്ഥാനത്ത് വന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതും ഇയാളാണ്. ഇത്തരം ഒരാൾക്ക് എന്താണ് ക്ലിഫ് ഹൗസിൽ കാര്യം? ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ക്ലിഫ് ഹൗസിൽ കയറണമെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ശുപാർശ വേണം. ഇങ്ങനെ പോയി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്ക് വ്യവസായികളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കരമന ഹരിയുടെ വിമർശനം. ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത M. സ്വരാജ് ഇടപെട്ടു. ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല. ഏത് വ്യവസായിയാണ് ഇങ്ങനെ ക്ലിഫ് ഹൗസിൽ കയറിയിറങ്ങുന്നതെന്ന് വെളിപ്പെടുത്താൻ ഹരിയോട് സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് ഹരി തയ്യാറായില്ല. കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ഇന്നലെ മറുപടി പറഞ്ഞപ്പോഴാണ് ഇത്തരം വിമർശനങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും സംഘടനാ രീതിയല്ലെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്വരാജ് വ്യക്തമാക്കിയത്. ഇതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഹരിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും സ്വരാജ് നൽകി. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിലും വിമർശനമുണ്ടായി. മകൾക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിച്ചു? ബിനീഷിനെതിരെ ആരോപണമുയർന്നപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മാതൃക എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിടയാക്കിയെന്നും അഭിപ്രായമുണ്ടായി. മുതലാളിമാരുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീറും കടുത്ത വിമർശനം നേരിട്ടു. അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായാണ് ഷംസീറിന് ബിസിനസ് ബന്ധം. അത് പാർട്ടി രീതിക്ക് ചേർന്നതല്ല.
പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാൾ ദേശാഭിമാനി പത്രമെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരക്കാരനുമായി എന്തിനാണ് ഷംസീറിന് ബന്ധമെന്നായിരുന്നു ചോദ്യം. മേയറും കുടുംബവും നടുറോഡിൽ ഗുണ്ടായിസമാണ് കാട്ടിയത്. ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു എന്നും അഭിപ്രായമുണ്ടായി. മുഹമ്മദ് റിയാസ് കടകംപള്ളി തർക്കത്തിൽ റിയാസിനെതിരെയായിരുന്നു വിമർശനം. മന്ത്രി ജില്ലയിലെ പാർട്ടി നേതാവായ ജനപ്രതിനിധിയെ കരിനിഴലിൽ നിർത്തിയെന്നും വിമർശനമുണ്ടായി. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ജില്ലാ സെക്രട്ടറി വി ജോയ് നടത്തിയ പരാമർശവും പ്രതിഷേധത്തിനിടയാക്കി. ഒടുവിൽ ജില്ലാ സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന് എം സ്വരാജ് ആവശ്യപ്പെട്ടു. വിമർശനം ശരിയായ രീതിയിലല്ല ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കിയതെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു സ്വരാജിന്റെ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP പ്രചാരണായുധമാക്കിയെന്ന് CPM. സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് വിമർശനം. വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ BJP നടത്തിയ ക്യാമ്പയിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടുവെന്ന സ്വയം വിമർശനവും പ്രസ്താവനയിലുണ്ട്. വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനും അനുകൂലമായും പ്രതികൂലമായുമുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ചൂടുപിടിക്കുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിയെ തല്ലിയും തലോടിയുമുള്ള CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ്. ശോഭ ഈഴവ സ്ഥാനാർത്ഥിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് മാധ്യമങ്ങൾ ജാതി സംബന്ധിച്ചുന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടിയായെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. BJP തന്ത്രപൂർവ്വം ഇത് പ്രചാരണായുധമാക്കി മാറ്റി. ശോഭ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനുഗ്രഹം വാങ്ങാനെത്തിയപ്പോൾ വെള്ളാപ്പള്ളി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് BJPക്കാർ ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും പ്രചരിപ്പിച്ചു. ഈഴവ സ്ഥാനാർത്ഥിയാണെന്നും വോട്ടു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അതിവിപുലമായ ക്യാമ്പയിനാണ് ധീവര പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിൽ സമർത്ഥമായി സംഘടിപ്പിച്ചത്. ഇത് മനസ്സിലാക്കാനോ പ്രതിരോധിക്കാനോ പാർട്ടിക്ക് കഴിഞ്ഞില്ല. വർഗരാഷ്ട്രീയവും മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടുമുയർത്തി പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ ഇടതുപക്ഷത്തിന് വീഴ്ച സംഭവിച്ചെന്ന ഏറ്റുപറച്ചിലും CPM-DC-യുടെ പ്രസ്താവനയിലുണ്ട്. ഈഴവ വോട്ടുകൾ വന്ന തിരിച്ചടിക്കൊപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനവും ഉൾക്കൊള്ളുന്നതാണ് പത്രക്കുറിപ്പ്. ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല സഹായങ്ങളും തുടർച്ചയായി നൽകാനാവാത്തത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. നെൽകർഷകർക്ക് പണം നൽകാത്തതും ആശുപത്രികളിൽ മരുന്നും ചികിത്സയും ലഭ്യമല്ലാതായതും മാവേലി ത്രിവേണി സ്റ്റോറുകൾ വഴി വിലക്കുറവിൽ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാത്തതും ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. സംഘടനാപരമായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കുറവ് സംഭവിച്ചതായും വിലയിരുത്തലുണ്ട്. പാർട്ടി യോഗങ്ങളിൽ നടന്ന ചർച്ചകൾ എന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ ചിലർ മാധ്യമങ്ങൾക്ക് നൽകുന്നു. ഇത്തരക്കാരെ കണ്ടെത്തി തിരുത്തൽ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രിക്കെതിരായി ചർച്ചകൾ നടന്നുവെന്ന വാർത്ത തെറ്റാണെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. പോലീസിൽ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഉണ്ടെന്ന് മുഖ്യമന്ത്രി. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പ് നൽകി. പോലീസിലെ നിയമന നിരോധനവും രാഷ്ട്രീയ ഇടപെടലും ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പോലീസിന് മേലുള്ള സമ്മർദ്ദം വിശദീകരിക്കാൻ സ്വർണം പൊട്ടിക്കലിലെയും പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലെയും CPM ബന്ധം പ്രതിപക്ഷ നേതാവ് ഉയർത്തി. പോലീസുകാരന്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചാണ് PC വിഷ്ണുനാഥ് പോലീസുകാർ നേരിടുന്ന ഗുരുതരമായ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പോലീസുകാരുടെ മേലുള്ള സർക്കാരിന്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിന്റെ വിഷയമാകുന്നത് ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. സർ, ആവശ്യത്തിന് സേനാ അംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. 6 ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. മാനസിക സമ്മർദ്ദവും ജോലിഭാരവും പോലീസുകാർ നേരിടുന്നുവെന്നത് മുഖ്യമന്ത്രിയും സമ്മതിച്ചു. എന്നാൽ അതിന് ഔദ്യോഗികമായ കാരണങ്ങൾ മാത്രമല്ലെന്ന് മുഖ്യമന്ത്രി. നമ്മുടെ സേനയിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷെ നമുക്ക് ഓരോ ആത്മഹത്യയുടെയും കാരണമെന്തായിരുന്നുവെന്ന ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പോലീസുകാരുടെ ജോലിഭാരം എണ്ണി പറഞ്ഞ് രാഷ്ട്രീയ ഇടപെടലുകളും ബാഹ്യ ഇടപെടലുകളും പോലീസുകാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാപിച്ചു. അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ, അവരുടെ അമിതമായ അവർക്ക് മീതെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടുപോകുന്നതിനെ ബാധിക്കുകയാണ്. ഓരോരുത്തരല്ലേ ഇടപെടുന്നത്. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്.
ബാഹ്യ ഇടപെടൽ ആരോപണം തള്ളിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസുകാരുടെ ജോലി സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. അതിൽ പോലീസ് സേനയുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിൽ നിയമന നിരോധനമെന്ന ആരോപണവും മുഖ്യമന്ത്രി അംഗീകരിക്കാത്തതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചു. DGP സമ്മതിച്ചതാണ്. പണം തിരികെ നൽകാം, 30 ലക്ഷം രൂപ തിരികെ നൽകാം എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതി സമീപിക്കുകയായിരുന്നു. വക്കീൽ നോട്ടീസ് അയച്ചു. ആ സമയം DGP അല്ല പ്രതികരിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് ഇടപെട്ടത്. ഇതോടുകൂടി ഇത് കോടതി പൂർണ്ണമായും കോടതിയിൽ മാത്രമേ ഈ കേസ് തീരൂ എന്ന കാര്യം താൻ മനസ്സിലാക്കി അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. വിൽപ്പന കരാർ ലംഘിച്ചതിന് DGPയുടെ 10.8 സെന്റ് ജപ്തി ചെയ്യാൻ ഉത്തരവ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരായാണ് കോടതി വിധി. ഭൂമി വിൽക്കാനായി 30 ലക്ഷം രൂപ മുൻകൂർ വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചെന്ന സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം. വലിയ മാറ്റത്തിന്റെ തുടക്കമെന്ന് കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശിച്ചു. സർവകലാശാലകളുടെ സ്വയം ഭരണാവകാശത്തെ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ ലാക്കോടുകൂടി ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഭാവിക തുടർച്ച എന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന ഇവിടെ നൽകുന്നത്. ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങളെ കുറിച്ച് ശരിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന ഇവിടെ നൽകുന്നത്. ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 വർഷ പദ്ധതിയിലെ ആദ്യ ബാച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതേസമയം കോഴ്സ് നടത്തിപ്പിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് AIDSO അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിച്ചു. മന്ത്രി സജി ചെറിയാനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിവിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. പരീക്ഷ മുന്നിൽ കണ്ടുള്ള പഠനം ഇനി ഉണ്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠനവിധേയമാക്കാം. വിദ്യാർത്ഥികളുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അറിവ് പ്രയോഗിക്കാനുള്ള കഴിവ് നേടണം. അറിവ് നേടുന്തോറും സംശയങ്ങൾ വർദ്ധിക്കണം. അറിവിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കാൻ കഴിയണം. പഠനത്തിലൂടെ തങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ. അത്തരത്തിൽ ആർജിക്കുന്ന അറിവിനെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടതുണ്ട്. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചോദ്യം ചെയ്യുക. VC നിയമന ഹർജി ജൂലൈ 17 വീണ്ടും പരിഗണിക്കും. സ്കൂളുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം അധികൃതർക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. സഹായം ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും പോലീസും നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന ഹർജിയിലാണ് ഉത്തരവ്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കാസർകോട് ബോവിക്കാനം AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം.
കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. രാവിലെ അധ്യാപകർ സ്കൂളിലെത്തിയപ്പോഴാണ് തീയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനൽ വഴി തീയിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. ക്ലാസ് മുറിയിലുണ്ടായിരുന്ന മുഴുവൻ പുസ്തകങ്ങളും ശുചീകരണത്തിനായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും പൂർണ്ണമായും കത്തിനശിച്ചു. തീ ആളി കത്താത്തതിനാൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായില്ല. നേരത്തെയും വേനൽ അവധിക്കാലത്ത് സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നടന്നിരുന്നു. വാതിൽ തകർത്താണ് അന്ന് അതിക്രമം ഉണ്ടായത്. ന്യൂസ് 18 വാർത്ത നിയമസഭയിൽ പരാമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. സ്മാർട്ട് സിറ്റി റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത വാർത്ത തെറ്റാണെന്നാണ് മന്ത്രി സഭയിൽ പറഞ്ഞത്. സ്മാർട്ട് സിറ്റി റോഡുകൾ ഗതാഗത യോഗ്യമാക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ മന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന തരത്തിൽ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു വാർത്ത വന്നിരുന്നു സർ. ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത്. ഗതാഗത യോഗ്യമാക്കി. എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല, സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർട്ട് വേണം, ഡക്റ്റ് വേണം, മറ്റു പലതും വേണം. അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത് സാർ. ഇത് പൊതുവെ നാടിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം. NH-66മായി ബന്ധപ്പെട്ട ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ. ഗതാഗതത്തിന് തുറന്നുകൊടുത്തെന്ന് നേരത്തെ മന്ത്രി അവകാശപ്പെട്ട റോഡുകളുടെ നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ന്യൂസ് 18 സംപ്രേഷണം ചെയ്തത്. പല റോഡുകളുടെയും 50% ജോലി പോലും പൂർത്തിയായില്ലെന്നാണ് ഞങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തിയത്. ദേശീയപാതയിൽ തിരുവനന്തപുരം വെൺപാലപെട്ടത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ഒരു മരണം. വെള്ളാർ സ്വദേശിനി സിമിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ടതോടെ മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. കുഞ്ഞടക്കം 3 പേർ മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീണു. വെള്ളാർ സ്വദേശിനി സിമിയുടെ മകൾ ശിവന്യ എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ മരിച്ചവരുടെ എണ്ണം 4ആയി. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ മഥുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുന്നു. പ്രളയ സാഹചര്യം നിലനിൽക്കുന്ന വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂനെയ്ക്ക് സമീപമുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ലോണാവാലയിലാണ് ദാരുണമായ അപകടമുണ്ടായത്. അവധി ദിനം ആഘോഷിക്കാനെത്തിയതായിരുന്നു പൂനെയിലെ സയ്യദ് നഗറിൽ നിന്നുള്ള 17-അംഗ സംഘം. ലോണാവാല ബുഷി ഡാമിന് സമീപമുള്ള വെള്ളച്ചാട്ടത്തിൽ സംഘത്തിലെ 10 പേർ ഇറങ്ങുമ്പോൾ കാര്യമായ ഒഴുക്കുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ സംഘം അകപ്പെട്ടു. ഒഴുക്കിൽപ്പെടാതിരിക്കാൻ കൈകോർത്ത് പരമാവധി ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ മരക്കൊമ്പുകളും വള്ളികളും ഇട്ടു നൽകി രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും കുത്തിയൊഴുകി വെള്ളമെത്തിയതോടെ പ്രയത്നം വിഫലമായി. സംഘത്തിലെ 5 പേർ രക്ഷപ്പെട്ടപ്പോൾ 5 പേർ ഒഴുക്കിൽപ്പെട്ടു. 36 വയസ്സുള്ള ഷാഹിസ്ത അൻസാരി, 13-കാരി ആമിന അൻസാരി, 9 വയസ്സുകാരി ഉമേറ അൻസാരി എന്നിവരുടെ മൃതദേഹം ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിലാണ് 9 വയസ്സുള്ള മരിയ അൻസാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഉത്തർപ്രദേശിലെ മഥുര കൃഷ്ണനഗറിൽ ജലസംഭരണി തകർന്ന് അപകടത്തിൽപ്പെട്ടവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 3 വർഷം മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയായ കൂറ്റൻ ടാങ്കാണ് തകർന്നു വീണത്. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാലങ്ങളും റോഡുകളും തകർന്നതോടെ അരുണാചൽ പ്രദേശിലെ കുറുങ്കുമേ ജില്ല ഒറ്റപ്പെട്ട നിലയിലാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
കനത്ത മഴയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ റോഡിലിറങ്ങി കൂറ്റൻ മുതല. രത്നഗിരി ജില്ലയിലെ ചിപ്പൂണിലെ റോഡിലാണ് മുതല ഇറങ്ങിയത്. ശിവനദിയിൽ നിന്നാണ് മുതല റോഡിലേക്ക് ഇറങ്ങിയതെന്നാണ് നിഗമനം. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് റോഡിലൂടെ സഞ്ചരിക്കുന്ന മുതലയുടെ വീഡിയോ പകർത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചിപ്പൂണിലും രത്നഗിരിയിലെ ജില്ലയിലെ ചില സ്ഥലങ്ങളിലും നിർത്താതെ മഴ പെയ്യുന്നു. രാജ്യത്ത് പാചകവാതക സിലിണ്ടർ വില കുറഞ്ഞു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ സിലിണ്ടറുകൾക്ക് 30 രൂപയാണ് കുറച്ചത്. 1655 രൂപയാണ് പുതുക്കിയ വില. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ലോകം വലിയ കാത്തിരിപ്പിലാണ്. ചരിത്രം കുറിച്ച് സുനിത വില്യംസ് വിൽമോറും മടങ്ങിവരുന്നതിനായി. പക്ഷേ ചില്ലറയല്ല അവരുടെ മടക്കത്തിന് മേലുള്ള ആശങ്ക. ജൂൺ 14-നായിരുന്നു ഇവരുടെ പേടകം മടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ അത് വീണ്ടും മാറ്റിവെച്ചതോടെ ആശങ്ക കനത്തിരിക്കുകയാണ്. ലോകമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരമാണ്. അവർ എന്ന് തിരിച്ചെത്തും. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും എന്ന് മടങ്ങാനാകും. ഒരു ചരിത്ര ദൗത്യം, വാണിജ്യ ബഹിരാകാശ പറക്കലിനുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലാകാൻ സാധ്യതയുള്ള പരീക്ഷണം ഇപ്പോൾ ആശങ്കയിലാണ്. ജൂൺ 14-ന് മടങ്ങേണ്ട പേടകത്തിന്റെ മടക്കയാത്ര ഇതാ 4ാം തവണ മാറ്റിയിരിക്കുകയാണ്. ജൂൺ 5-നാണ് സ്റ്റാർലൈനർ ക്രൂവുമായി ബഹിരാകാശത്തേക്ക് തിരിച്ചത്. ഒരാഴ്ച നീളുന്ന ബഹിരാകാശവാസവും ഗവേഷണവുമായിരുന്നു ലക്ഷ്യം. ജൂൺ 14-ന് തിരിച്ചെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് അത് 22-ലേക്കും തുടർന്ന് 26-ലേക്കും മാറ്റുകയായിരുന്നു. ഇപ്പോഴിതാ തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ജൂലൈ 2-ന് ശേഷമേ തിരിച്ചെത്തൂ എന്നാണ് നാസ അറിയിക്കുന്നത്. പേടകം തിരികെ എത്തിക്കാൻ സഹായിക്കുന്ന റോക്കറ്റുകളുടെ തകരാറും ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇന്ധനമായ ഹീലിയം ചോർച്ചയും കണ്ടെത്തിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. പേടകത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ദിശ മാറ്റുന്നതിനുമായി 28 ചെറിയ റോക്കറ്റുകളാണ് സ്റ്റാർലൈനറിൽ ഉള്ളത്. ഇതിൽ 5 റോക്കറ്റുകൾക്കാണ് നിലവിൽ തകരാറുള്ളത്. ഇതിനു പുറമെ 5 ഹീലിയം ചോർച്ചയും കണ്ടെത്തിയിട്ടുണ്ട്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ 14 ചെറിയ റോക്കറ്റുകളുടെ സഹായത്തോടെ മാത്രമേ സുരക്ഷിതമായി പേടകത്തിന് ഭൂമിയിലെത്താൻ സാധിക്കൂ. 87 ഫ്ലൈറ്റ് ടെസ്റ്റ് ലക്ഷ്യങ്ങളിൽ 77 നിലവിൽ സ്റ്റാർലൈനർ പൂർത്തിയാക്കിയെന്നും ശേഷിക്കുന്ന സമയത്തിൽ ബാക്കിയുള്ള 10 എണ്ണം പൂർത്തീകരിക്കുമെന്നും ബോയിംഗ് സംഘവും അറിയിച്ചിട്ടുണ്ട്. അതേസമയം നാസയ്ക്ക് ഈ സാങ്കേതിക തകരാറുകൾ നേരത്തെ അറിയാമായിരുന്നു എന്ന ഗുരുതര ആരോപണങ്ങൾ സംഭവത്തെ ചുറ്റിപ്പറ്റി പുകയുന്നുണ്ട്. സാങ്കേതിക തകരാറുകൾ പഠിക്കാനും പരിഹരിക്കാനും നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷമാണ് ബോയിംഗ് സ്റ്റാർലൈനർ പ്രവർത്തനക്ഷമമായത്. വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 2 വർഷത്തിലേറെയായി കാലതാമസം നേരിട്ട ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിന്റെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റാണിത്. അതായത് മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര. ദൗത്യം വിജയിച്ചാൽ ഭാവിയിൽ ബഹിരാകാശ വിനോദസഞ്ചാരികളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള കൂടുതൽ സാധ്യതകൾക്ക് വഴി തെളിയിക്കുന്ന ഉദ്യമം. ക്രൂഡ് സ്റ്റാർലൈനർ ലോഞ്ചിന്റെ പ്രധാന വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ക്യാപ്സൂളിന് ഏകദേശം 10 അടി ഉയരവും 15 അടി വ്യാസവുമുണ്ട്. 7 പേരെ വരെ ഉൾക്കൊള്ളാനും സാധിക്കും. എന്നിരുന്നാലും നാസയുടെ ക്രൂ സാധാരണയായി 4 പേരായിരിക്കും. ബോയിങ്ങിന്റെ ആദ്യകാല സ്ട്രാറ്റോ ലൈനറിന്റെയും നിലവിലെ ഡ്രീം ലൈനറിന്റെയും പേരിന്റെ ഒരു ട്വിസ്റ്റാണ് സ്റ്റാർലൈനർ എന്ന പേര്. കാലതാമസം വർദ്ധിച്ചപ്പോൾ യഥാർത്ഥ ക്രൂ പിൻവാങ്ങിയ ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു നാസയുടെ വിരമിച്ച നേവി ക്യാപ്റ്റന്മാരും മുതിർന്ന ബഹിരാകാശ യാത്രികരുമായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഈ പരീക്ഷണ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. ഇരുവരും ക്യാപ്സൂളിന്റെ വികസന പ്രക്രിയയിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പേടകത്തിന്റെ സങ്കീർണതകൾ പരിഹരിക്കുന്നതുവരെ സുനിത വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വരും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടത്തിവരികയാണ് നാസയും ബോയിംഗ് സംഘവും. പ്രകാശവർഷങ്ങളുടെ ദൂരത്തിനും അപ്പുറം അവർ സുരക്ഷിതരാണ്. ബഹിരാകാശ രംഗത്ത് പുത്തൻ അധ്യായങ്ങൾ രചിച്ച് പ്രിയപ്പെട്ടവർ മടങ്ങിയെത്തട്ടെ. അവർക്കായി കാത്തിരിക്കാം. കളിയിക്കാവിളയിൽ ക്വാറി വ്യവസായി ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന സുനിൽകുമാർ പിടിയിലായി. ഒളിവിലായിരുന്ന സുനിൽകുമാറിനെ പാറശാലയിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സുനിൽകുമാറിനെ തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ഇയാളുടെ കാർ കന്യാകുമാരി കുലശേഖരത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു.
കണ്ടക്ടർക്ക് നേരെയുള്ള യാത്രക്കാരന്റെ അക്രമത്തിൽ കണ്ടക്ടർക്ക് പിന്തുണയുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. യാത്രക്കാരനെതിരെ KSRTC നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കണ്ടക്ടർ മനീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തത്. ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു യാത്രക്കാരന്റെ അസഭ്യവർഷം. കായംകുളത്ത് നിന്ന് അടൂരിനുള്ള അവസാന ബസ്സിലായിരുന്നു കയ്യേറ്റം. അത് നമ്മളെ മിനിയാന്ന് രാത്രിയല്ല സാറേ, കായംകുളത്ത് നിന്ന് നമ്മളെ ലാസ്റ്റ് ട്രിപ്പാണ് വണ്ടിയുടെ. ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളി ഞാൻ മറ്റേ കറ്റാനൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ടിക്കറ്റ് കുറവുണ്ട്, ആ ടിക്കറ്റ് എടുക്കാനുണ്ട് വണ്ടിയില്. നമ്മൾ കാൽക്കുലേഷൻ നോക്കിയപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനുണ്ടെന്ന് ഒത്തിരി വട്ടം ചോദിച്ചിട്ട് ആരും പിന്നെ എല്ലാവരും ടിക്കറ്റ് വാങ്ങിച്ച് നോക്കി. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി ഗണേഷ് കുമാർ സാറിന്റെ PA കൊടുത്തു വിടാന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ രണ്ടു വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർ കയറി ഇടപെട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളിയുടെ യാത്രക്കാരനെ മർദ്ദിച്ചതിനകത്ത് ഞാൻ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ എന്റെ സീറ്റിൽ പോയിരുന്നിട്ടുള്ള സംഭവമാണ് ആ വീഡിയോയില്. പുള്ളി എന്നെ സത്യം പറയുമായിരുന്നു, വെറുതെ ഒരു പ്രഭാവനം ഇല്ലാതെ. കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പഞ്ചായത്തിലെ പുന്നേക്കാട് ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. വ്യാപകമായ കൃഷിനാശമുണ്ടാക്കി. ആന എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 2ാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാന എത്തിയതോടെ വലിയ ആശങ്കയിലായി പ്രദേശവാസികൾ. കൃഷികൾക്കും വളർത്തുമൃഗങ്ങളുടെ കൂടുകൾക്കും നാശം വരുത്തി. അതിനിടെ തട്ടേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല, ഇപ്പൊ 2ാം വാർഡ്, ഈ 2ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്കുള്ള ആന കടന്നിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു ഇത്. കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ ട്രഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കീരമ്പാറ പഞ്ചായത്ത് വിഭാഗത്തിൽ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. നമ്മളിവിടെ ആന ഇറങ്ങിയ കാര്യങ്ങളെല്ലാം അവരെ വിളിച്ചു പറയുമ്പോൾ അതൊന്ന് വന്നു നോക്കാനോ അതിനെ ഒന്ന് ഓടിക്കാനോ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹകരണവുമില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നത് വരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ അനിശ്ചിത കാലത്തേക്ക് കുടിൽ കെട്ടി താമസിക്കുന്ന നിലയിലേക്ക് തന്നെ ഈ സമരം മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കീരമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത്. മണിക്കൂറുകളോളം ഭീതി വിതച്ച കാട്ടാനയെ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് കാട് കയറ്റിയത്. കാട്ടാനക്കൂട്ടം വളർത്തുമൃഗങ്ങളുടെ കൂടുകളും കൃഷിയും നശിപ്പിച്ചു. വാഴ, ചേമ്പ് ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതിനു മുൻപും പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രദേശവാസികളുടെ ജീവന് ആപത്തുണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനിയും കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വനപാലകർ സ്ഥലത്തുണ്ട്. വനപ്രദേശത്തിന് ചേർന്നുള്ള ഒരു ജനവാസ മേഖലയാണ് കീരാമ്പാറ. ഇവിടെ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. വലിയ ഭീതിയാണ് ഇപ്പോഴും പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഇടുക്കി കാന്തല്ലൂരിൽ റിസോർട്ടുകൾക്ക് സമീപം കാട്ടാനകൾ ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തതായി നാട്ടുകാർ പറഞ്ഞു. റിസോർട്ട് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആനകളെ വനമേഖലയിലേക്ക് തുരത്തി. ഇന്നലെ വൈകിട്ടാണ് കാന്തല്ലൂരിൽ റിസോർട്ടിന് സമീപം കാട്ടാന ഇറങ്ങിയത്. റിസോർട്ടിനോടനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ സഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തു. മേഖലയിൽ നിരവധി കർഷകരുടെ ആപ്പിൾ അടക്കമുള്ള കൃഷികളും നശിപ്പിച്ചു. നിലവിൽ ആപ്പിൾ വിളവെടുപ്പ് കാലമായതിനാൽ വൻ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആനയുടെ ശല്യം കാരണം നമുക്ക് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുവാണ്. നമ്മളിപ്പോൾ ചബരിജലന്റെ വച്ച് പിടിപ്പിക്കാൻ തന്നെ 10 വർഷം കായ്ക്കാൻ സമയം പിടിക്കും. അത് ഈ തൈ ഇങ്ങനെ ഓടിച്ച് നശിച്ചേക്കുക. അതേപോലെ ആപ്പിളിനെ കുറേ നശിപ്പിച്ചേക്കുക. ഞങ്ങൾ സോളാറിൻ്റെ മതിലിട്ടിട്ടും സോളാർ ഫെൻസിങ്ങൊക്കെ തകർത്തിട്ടാണ് ഇത് വരുന്നത്. ഇതിന് ഫോറസ്റ്റുകാരെ ഇതിന് ഒരു നോക്കുന്നില്ല ഒന്നില്ല. ഏതാനും നാളുകളായി കാന്തല്ലൂരിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഇത് കാർഷിക മേഖലയ്ക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൃഷി നശിക്കുന്നതിനോടൊപ്പം കാർഷിക ജോലിക്കായി ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി.
പൊതുമേഖലയിലെ കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ സമരം തുടരുന്നു. കമ്പനി പ്രതിനിധികളെയോ റിസീവറെയോ സ്ഥാപനത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. സ്ഥാപന പ്രതിനിധികളുടെ പ്രവേശനം തടയരുതെന്ന് യൂണിയൻ നേതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തൊഴിലാളി നേതാക്കൾ സമരത്തിനെത്തിയില്ല. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് തൽക്കാലം ടോൾ പിരിക്കില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. സർവകക്ഷി യോഗത്തിന് ശേഷമാകും ടോൾ പിരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ കരാർ കമ്പനി റദ്ദാക്കിയതോടെയാണ് പ്രതിഷേധം ശക്തമായത്. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. വനം വകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. മന്ത്രി പറഞ്ഞിട്ട് IFSകാർ കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. വന്യമൃഗങ്ങളെ കൊണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പാഞ്ചാലിമേട്ടിൽ ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി 90% പൂർത്തിയായി. അവിടെയും സ്റ്റോപ്പ് മെമ്മോയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു. വന്യമൃഗങ്ങൾ താലൂക്ക് ഓഫീസ് പരിസരത്ത്, കോടതി പരിസരത്തും ചുറ്റിക്കറങ്ങുകയാണ്. അതിനെ ഒന്ന് ഓടിച്ചുവിടാൻ ഉദ്യോഗസ്ഥർക്ക് സമയമില്ല. എവിടെയെല്ലാം റവന്യൂ ഭൂമി തരിച്ചു കിടക്കുന്നു അത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വനമാക്കുന്ന പണിയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും വാഴൂർ സോമൻ കുറ്റപ്പെടുത്തി. വനംവകുപ്പ് മന്ത്രി വളരെ സമർത്ഥനായ മന്ത്രിയാണ്, അങ്ങേയറ്റം ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വകുപ്പും അതിലെ ഈ മൃഗങ്ങളുടെയും ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നുള്ളത് തുറന്നു പറയാതെ തരമില്ല. ഈ മൃഗങ്ങളെല്ലാം ഇപ്പോൾ താലൂക്ക് ഓഫീസിൻ്റെ പരിസരത്തും കോടതി സമുച്ചയത്തിൻ്റെ പരിസരത്തും NHലും എല്ലാം ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അതിനെയൊന്നും ഓടിച്ചു വിടാനായിട്ട് ഇവർക്ക് നേരമില്ല. നേരെ മറിച്ച് എവിടെയെല്ലാം റവന്യൂ ഭൂമി തരിച്ചു കിടപ്പുണ്ടോ അതെല്ലാം നോട്ടിഫൈ ചെയ്യിച്ച് ഫോറസ്റ്റ് ആക്കുന്ന പണിയാണ് മുഖ്യമായും വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ പാസ്റ്റർക്കെതിരെ പരാതിയുമായി മകൾ. 11 വയസ്സ് മുതൽ ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ടുവെന്ന് യുവതി ന്യൂസ് 8നോട്. തന്റെ പ്രായം മറച്ചുവെച്ച് മറ്റൊരു പാസ്റ്ററുമായി 17-ാം വയസ്സിൽ വിവാഹം നടത്തി. വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും നിഷേധിച്ചാണ് പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം നടത്തിയത്. അമ്മയും സഹോദരനും എല്ലാം മറച്ചുവെക്കാൻ ശ്രമിച്ചു. സഭാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. തന്നെ പിതാവും സഹോദരനും ഭീഷണിപ്പെടുത്തുന്നതായും യുവതി ന്യൂസ് 8നോട് പറഞ്ഞു. ഒരു മാസം മുൻപ് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് ആയിരുന്നു അത്. ആ പെൺകുട്ടി അതിൽ പറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടിനെ ഡിവോഴ്സ് ചെയ്ത് എന്റെ പിതാവ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരുന്നത്. അപ്പൊ അത് കണ്ടപ്പം എനിക്ക് ചെറുപ്പകാലത്ത് വീട്ടിലുണ്ടായ അനുഭവം കൂടെ ഞാൻ ഓർത്തപ്പോഴത്തേക്കും ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ഇത് വരരുത് എന്ന് വിചാരിച്ചാണ്. ഇത് പുറലോകം അറിയണം, ഇങ്ങനെയുള്ളവര് പുറലോകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പരാതി കൊടുത്തത്. അതായത് ചെറുപ്പകാലത്ത് ഈ പിതാവിൽ നിന്ന് ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട്. എത്ര വയസ്സ് മുതൽ? ഒരു 11 വയസ്സ് മുതൽ. ഒരു 11 വയസ്സായപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞത് എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകരുത്, പപ്പയുടെ അടുത്തേക്ക് പോകരുത്, മടിയിൽ ഇരിക്കരുത്, അടുത്ത് പോവരുത്, ആരുമില്ലാത്തപ്പോൾ പോവരുത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നീട് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 17 വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കണ്ടു. തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർക്കെതിരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച വിവരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത പ്രിൻസിപ്പലിനെ കണ്ടത്. 3 ദിവസത്തിനകം ഇത് സംബന്ധിച്ച വിവരം നൽകാമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പ് നൽകിയതായി അതിജീവിത പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പരാമർശത്തോടെ അട്ടപ്പാടിയിലെ കാർത്തുമ്പിക്കുടകൾക്ക് അന്വേഷകർ ഏറെയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വീട്ടമ്മമാരുടെ ഈ മാതൃകാ സംരംഭം പ്രധാനമന്ത്രി തന്നെ തിരിച്ചറിഞ്ഞ സന്തോഷത്തിലാണ് ഇവിടത്തുകാർ. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയുണ്ടായതോടെ തങ്ങളെ തേടി കൂടുതൽ സഹായങ്ങൾ എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. कार्थुम्बी छाते केरला के एक छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं. लोकल के लिए वोकल होने का इससे बेहतरीन उदाहरण और क्या होगा? മൻ കി ബാത്തിലെ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ അട്ടപ്പാടിയിലെ ഈ വീട്ടമ്മമാർക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കേരള മാതൃകയെ പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞത് ഏറെ സന്തോഷിപ്പിക്കുകയാണ് ഇവരെ. കാർത്തുമ്പി വർണ്ണക്കുടകൾ ഹിറ്റായി കഴിഞ്ഞു. പ്രധാനമന്ത്രി സാർ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾക്ക് അട്ടപ്പാടിൻ്റെയും തമ്പിൻ്റെ പേരിലും
നന്ദിയും കടപ്പാടുണ്ട് ഞങ്ങൾക്ക്. വളരെ സന്തോഷമാണ് അതിൽ. അത്ര വലിയ ഒരു പ്രഖ്യാപനം സാറ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ഉപകാരമായിരിക്കും. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണങ്ങൾ വാർത്തയാകുമ്പോഴാണ് ഊരുകളിൽ തന്നെ സ്വയം പര്യാപ്തതയുണ്ടാവട്ടെ എന്ന ആശയം 2014 മുന്നോട്ട് വരുന്നത്. തമ്പ എന്ന പേരിൽ ആദിവാസി വീട്ടമ്മമാരുടെ കൂട്ടായ്മയുണ്ടായി. സ്വകാര്യ വ്യക്തികളും പിന്നീട് സർക്കാരും സഹായം നൽകി. അങ്ങനെ മനോഹരമായ കാർത്തുമ്പി വർണ്ണക്കുടകൾ ഊരുകളിൽ തന്നെ നിർമ്മിച്ചു. 7 ലക്ഷം രൂപ നമ്മൾ ആദ്യം സമാഹരിച്ച് അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അപ്പം അതിൽ അവർ 7 ലക്ഷം രൂപ തരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ കുട നിർമ്മിച്ച് കുട വിറ്റ് അതിൻ്റെ നമ്മൾ കടം മേടിച്ച പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ 16-17 തോന്നുന്നു നമ്മുടെ ബാലൻ മിനിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് സർക്കാരിൻ്റെ ഒരു സഹായം 16,40,000 രൂപ കിട്ടി. അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 13 ഊരുകളിലാണ് കാർത്തുമ്പിക്കുടകളുടെ നിർമ്മാണം നടക്കുന്നത്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഓർഡർ ലഭിക്കുന്നു. 12 മുതൽ 15 കുടകൾ വരെയാണ് പ്രതിദിനം ഒരാൾ നിർമ്മിക്കുന്നത്. ഒരു കുടയ്ക്ക് 30 രൂപ പ്രതിഫലം. ശരാശരി 450 രൂപ ദിവസേന പ്രതിഫലം പറ്റുന്ന വീട്ടമ്മമാരുണ്ട്. ബാഗിനും ബുക്കിനും എല്ലാം മേടിക്കാൻ നല്ല യൂസ് ആയിരുന്നു പൈസ. അപ്പോൾ 50 രൂപ പൈസ കിട്ടി ഒരു കുടത്തിന്. ഇപ്പോൾ ദിവസവും ഞാൻ 500-600 വെച്ച് സമ്പാദിക്കായിരുന്നു. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇനി കൂടുതൽ സഹായം കിട്ടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ആധുനിക രീതിയിലുള്ള കുട നിർമ്മാണത്തിന് കൂടുതൽ മൂലധന സമാഹരണമാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്. മണൽ ശുദ്ധീകരണ ശാലയിൽ നിന്ന് മാലിന്യം ഒഴുക്കി വിടുന്നതോടെ പ്രതിസന്ധിയിലായി മലപ്പുറം കുറ്റിപ്പുറം പള്ളിപ്പടി പ്രദേശവാസികൾ. വീടുകളിലെ കിണറുകളിൽ ഉപ്പുരസവും ചെളിയും കലർന്നതോടെ കുടിവെള്ളം പോലും മുടങ്ങിയ അവസ്ഥയിലാണ്. മലപ്പുറം കഴുത്തല്ലൂർ പള്ളിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന കിൻഫ്രയിലെ മണൽ ശുദ്ധീകരണശാലയിൽ നിന്നാണ് മലിനജലം പുറംതള്ളുന്നതായി പരാതിയുള്ളത്. ശുദ്ധീകരണശാലയിലെ മലിനജലം തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ വീടുകളിലെ ജലാശയങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതോടെ വീടുകളിലെ കിണറുകളിൽ ഉപ്പുരസവും ചെളിയും കലർന്നതോടെ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ചിലർ കിലോമീറ്ററുകൾ താണ്ടിയാണ് വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളം കണ്ടെത്തുന്നത്. കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട്, പിന്നെ ജനങ്ങൾക്ക് അസുഖം വരുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും അസുഖം മാറണില്ല, എന്താ അസുഖം ഒന്നും കണ്ടെത്താൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ. വെള്ളത്തിൽ കുളിച്ചാണ്ടെങ്കിൽ ചൊറിച്ചിലും റിയാക്ഷനും പൊന്തിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. ഹോസ്പിറ്റലാണ്. നമുക്ക് എന്താണ് അസുഖത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഛർദിയും അങ്ങനെ വേറെ പ്രശ്നങ്ങൾ, ഷുഗർ കുറേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമുണ്ട്, 20 ലിറ്ററിൻ്റെ വെള്ളം കടയിൽ നിന്ന് കൊണ്ടുവരും വീട്ടിൽ നിന്ന്. പിന്നെ അവിടെ മേലത്തെ കുറച്ച് കിണറുണ്ട്, അതിൽ കുറച്ച് പ്രശ്നങ്ങളില്ല. അപ്പോൾ അതിന് വെള്ളം കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിച്ച് പോകുന്നത്. ഇപ്പോൾ ഉപ്പുവെള്ളം കലർന്ന വെള്ളം കൊണ്ട് പാചകം ചെയ്യുന്നതിനാൽ ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് കേടുവരുന്നതായാണ് വീട്ടമ്മമാർ പറയുന്നത്. കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ആശങ്കയിലാണ് കുടുംബങ്ങൾ. കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഒരു ഏരിയയാണിത്. ഇവിടെയാണ് ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ മലിനമായിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പരിഹരിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ ഉപ്പുവെള്ളം തന്നെയാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തലയിലെ മുടി വരെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും മാരകമായിട്ടാണ് ഇവർ ഈ വെള്ളം തുറന്നു വിട്ടുന്നത്. അപ്പോൾ ഇതിന് വയറിളക്കമായിട്ടും ഛർദിയായിട്ടും ഒരുപാട് രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇങ്ങനെ പോയിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെയാണെന്നുള്ളത് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ആദ്യ പ്രക്ഷോഭം പറഞ്ഞാണ് ഇവിടെ വരാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അവരതിന് പരിഹാരം കാണും, വെള്ളം അവർ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കുകയാണ്, ഇവിടെ ഒഴിവാക്കൂല, ടാങ്ക് കെട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇവർ വെള്ളം തുറന്നു വിടുന്നുണ്ട്. പ്രദേശത്ത് പുതുതായി വീടുപണി പൂർത്തിയാക്കി താമസമാക്കിയവരും പ്രതിസന്ധിയിലാണ്. വില കൊടുത്ത് വാങ്ങിയ വീട്ടുപകരണങ്ങളെല്ലാം മലിനജലത്തിന്റെ ഉപയോഗത്തോടെ തുരുമ്പെടുക്കാൻ തുടങ്ങി. ചില വീടുകളിൽ മാത്രമുണ്ടായിരുന്ന പ്രശ്നം മുഴുവൻ പ്രദേശത്തെയും ബാധിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇത് രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. 2 വർഷമായി അതികഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇവർക്ക്. കാരണം ഇവരിപ്പോൾ പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, വെള്ളം പുറത്തുനിന്ന് വാങ്ങി
മദ്യപിച്ചിട്ടും ബന്ധുവീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവർ കുടിക്കുന്നത് എന്ന്. അപ്പോൾ ഇനി ഇതിന് എതിരെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ സ്ത്രീകൾ എൻ്റെ കൂടെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ശക്തമായി നമുക്ക് പ്രതിഷേധിക്കണം. അതിന് മുന്നോടിയായിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇവരെല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു. ഇനിയും ഇതിനുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് ആവശ്യം. ചെളി കലരുന്നതിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കഴുത്തല്ലൂരിലെ മണൽ ശുദ്ധീകരണശാലയിലേക്ക് മാർച്ചും നടത്തിയിരുന്നു. ന്യൂസ് 18 തിരൂർ. IBS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ചെയർമാൻ മുള്ളത്ത് രാധാകൃഷ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബാബ ആറ്റമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ ഉദ്യോഗസ്ഥനും പെരുമ്പിലവ് റെഡ് സ്റ്റാർ പോളി പ്രോഡക്ട്സ് സ്ഥാപകനുമാണ്. ശ്യാമളാദേവിയാണ് ഭാര്യ. IBS എഡ്യൂക്കേഷണൽ സർവീസസ്, ആർക്കേഡ് സ്റ്റഡി എബ്രോഡ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരായ സന്ദീപ് മേനോൻ, ദീപക് മേനോൻ, ദിലീപ് മേനോൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പി ഭാസ്കരൻ മാസ്റ്റർ മ്യൂസിക് ക്ലബ് പ്രവർത്തന ഉദ്ഘാടനം കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് AK ബീരാൻകുട്ടി നിർവഹിച്ചു. അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ യുവ കലാസാഹിതി അബുദാബി പ്രസിഡന്റ് R ശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാളി സമാജം പ്രസിഡന്റ് റഫീഖ് ആനയിൽ, യുവ കലാസാഹിതി സെൻട്രൽ പ്രസിഡന്റ് സുഭാഷ് ദാസ്, അരുൺ ശ്യാം, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ യുവ കലാസാഹിതി അബുദാബി സെക്രട്ടറി മനു കൈനഗരി സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാകേഷ് നമ്പ്യാർ നന്ദിയും രേഖപ്പെടുത്തി. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5510, പവന് 44,080 രൂപ. വെള്ളിഗ്രാം 93 രൂപ, കിലോയ്ക്ക് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് 6. നമസ്കാരം.